സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശരിയായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം തീർച്ചയായും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസവും സൃഷ്ടാവായ ദൈവത്തിലുള്ള വിശ്വാസവും ഏറ്റുപറയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഈ വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനും ഷാലോം ടി വിയിൽ തിയോളജിയിലൂടെ ഏവർക്കും സുപരിചിതനുമായ സുപ്രസിദ്ധ ദേവീശാസ്ത്ര പണ്ഡിതനും CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് നയിക്കുന്നത്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതും സംശയങ്ങൾ ചോദിക്കുന്നതും പേരാവൂർ ഫൊറോനയിലെ വിവിധ സൺഡേ സ്കൂളിൽ നിന്നുള്ള മതാധ്യാപകരും അവരുടെ പ്രതിനിധികളാണ്. നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്യുകയും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അതിനെ തുടർന്ന് നമ്മുടെ മനസ്സിലുണ്ടായ പുതിയ ചില ചിന്തകളും സംശയങ്ങളും ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു ചുരുക്കം അവതരിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ജോസഫ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ദൈവം സർവശക്തനാണ് എന്നും അവിടുന്ന് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് അവിടുത്തെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്നാണ് ദൈവം സൃഷ്ടി നടത്തി, ഇല്ലായ്മയിൽ നിന്ന് ദൈവം സൃഷ്ടി നടത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത നമ്മൾ തിരിച്ചറിഞ്ഞത്, ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ പരിപാലന തുടരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഒരിക്കൽ ദൈവം പൂർത്തിയാക്കി പിന്നെ ദൈവം ഈ ലോകത്ത് നിന്ന് നിഷ്ക്രമിച്ചതല്ല, ദൈവം പിൻവാങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ചില പാഷണ്ഡതകൾ സഭാചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് അതിൻ്റെ വഴിക്ക് വിട്ടു. പിന്നെ ദൈവം സ്വർഗത്തിലേക്ക് പിൻവാങ്ങി, ദൈവത്തിന് ഈ പ്രപഞ്ചവുമായി ഒരു ബന്ധവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ക്രൈസ്തവ വിശ്വാസം വ്യത്യസ്തമാണ്. അഥവാ ബൈബിൾ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം തൻ്റെ സൃഷ്ടിയോടൊത്ത് നിരന്തരം വസിക്കുന്നു. സൃഷ്ടിക്ക് അതീതനാണ് ദൈവം, പക്ഷേ അവിടുന്ന് സൃഷ്ടിയോടൊത്ത് വസിക്കാൻ തിരുമനസ്സായി. ആ ദൈവത്തിൻ്റെ കാരുണ്യത്തെ, കരുതലിനെ, സ്നേഹത്തെയാണ് നാം ദൈവപരിപാലന എന്ന് വിളിക്കുക. ദൈവപരിപാലനയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യുക. ദൈവപരിപാലനം. ദൈവം മനുഷ്യനെ പരിപാലിക്കുന്നു. എന്താണ് പരിപാലന എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. ദൈവപരിപാലനയെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് പ്രൊവിഡൻസ് എന്നാണ്. പ്രൊവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോ വിദേരെ എന്നാണ് ലത്തീൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. പ്രോ വിദേരെ, വിദേരെ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ കാണുക എന്നാണ് അർത്ഥം. പ്രോ വിദേരെ എന്ന് പറഞ്ഞാൽ പകരം കാണുക. എനിക്ക് പകരമായി ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത മണിക്കൂറിൽ നമുക്ക് എന്നതാ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, ഇല്ലേ? നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് സ്വസ്ഥമായി ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാം കാണുന്നില്ല എങ്കിലും നമുക്ക് പകരമായി ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നു. അതാണ് ഈ പ്രൊവിഡൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. പക്ഷേ ഈ പ്രൊവിഡൻസിനെ അല്ലെങ്കിൽ ദൈവപരിപാലനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, എന്താണ് ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ള മനുഷ്യൻ്റെ ലക്ഷ്യത്തെ സഹായിക്കാൻ മനുഷ്യനോടൊത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, സാന്നിധ്യമുണ്ട്,
കരുതലാർന്ന കാരുണ്യമുണ്ട് എന്ന സത്യമാണ് ദൈവപരിപാലന എന്നതിലൂടെ നാം മനസ്സിലാക്കുക. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പ്രയാണം ചെയ്യുമ്പോൾ നമുക്കറിയാം ദൈവം അവരോടൊത്തുണ്ടായിരുന്നു. രാത്രിയിൽ അഗ്നിസ്തംഭമായി, പകൽ മേഘസ്തംഭമായി ദൈവമുണ്ടായിരുന്നു. ഇത് ദൈവപരിപാലനയുടെ ഒരു വലിയ ദൃഷ്ടാന്തം. നാം ഓരോരുത്തരോടുമൊത്ത് ദൈവം ഇതുപോലെ സഞ്ചരിക്കുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഈ ഒരു വൈയക്തിക ബന്ധത്തിൻ്റെ തലത്തെയാണ് ദൈവപരിപാലന എന്ന് നാം അർത്ഥമാക്കുക. ദൈവം പിതാവും മനുഷ്യൻ മകനും മകളുമാണ് എന്ന തിരിച്ചറിവാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവപരിപാലന, അല്ലേ? ഈ ദൈവപരിപാലനയെ മനസ്സിലാക്കാനുള്ള വഴികളാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. നമുക്കറിയാം ദൈവം ഇത്രയും പരിപാലിക്കുമ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നു. ദുരന്തങ്ങൾ, രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ഇതൊക്കെ ദൈവപരിപാലനയ്ക്ക് വിഘാതമായ വസ്തുതകളല്ലേ എന്ന ചിന്ത നമുക്കുണ്ടാകാം. അതിനെക്കുറിച്ച് സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ശക്തമായ ചില സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, പ്രപഞ്ചം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം. രണ്ട്, ഏതൊരു തിന്മയിൽ നിന്നും നന്മ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും എന്ന പരമമായ വസ്തുത. ഈ പ്രപഞ്ചത്തിൽ ആരെന്ത് തിന്മ ചെയ്താലും അതിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് പറ്റും, ഇല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കുക. പൂർവ്വപിതാവായ ജോസഫ്, അവനോട് സഹോദരങ്ങൾ അന്യായം ചെയ്തു, അവനെ അടിമയായി ഈജിപ്തിലേക്ക് വിറ്റു. പക്ഷേ അവരുടെ തിന്മയെ ദൈവം എന്താക്കി മാറ്റി? നന്മയാക്കി. അതായത് തിന്മയെന്ന് നാം വിചാരിക്കുന്ന പലതും, നാം ചെയ്തതും തിന്മ തന്നെയാണ്. പക്ഷേ ആ തിന്മയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. വീണ്ടും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയാണ് തിന്മ എന്ന മറ്റൊരർത്ഥം കൂടി ഇവിടെ ഈ മതബോധന ഗ്രന്ഥം തരുന്നു. അതായത് മനുഷ്യനെ സ്വതന്ത്ര ജീവിയായി നിലനിർത്തുവാൻ അവന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നു. ആ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ഉണ്ടാകണമെങ്കിൽ അതിനോടൊപ്പം എന്ത് വേണം? അത് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയാണ് തിന്മ എന്ന് പറയുന്നതിൻ്റെ പൊരുളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനേകം സംശയങ്ങൾ ഉണ്ടാകാം. ഇത് വളരെ താത്വികമായ ഒരു വിഷയമാണ്. ഇതേക്കുറിച്ചുള്ള വളരെ ദീർഘമായ വിചിന്തനങ്ങൾ ആവശ്യമുണ്ട് എന്നും എനിക്കറിയാം. നിങ്ങളെ കണ്ടിട്ട് തന്നെ വളരെ പണ്ഡിതരെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഗഹനമായ ചോദ്യങ്ങളിലൂടെ ഈ വിഷയത്തെ കൂടുതൽ വിശദീകരിക്കാനുള്ള വഴികൾ ഒരുക്കും എന്നെനിക്കറിയാം. ചോദ്യോത്തരത്തിൻ്റെ സമയത്ത് കൂടുതൽ അർത്ഥങ്ങളും ആശയതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്ദി. എല്ലാവരും നല്ല തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു, അല്ലേ? ഇന്നത്തെ ക്ലാസ്സുകൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമുള്ളതായിരുന്നു വിചാരിക്കുകയാണ്. അച്ഛന് വളരെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ തക്കവണ്ണം ഇത് അവതരിപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുവല്ലോ? തീർച്ചയായും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ തീർച്ചയായും ചോദ്യങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആരാണ് ആദ്യത്തെ ചോദ്യം എന്ന് ചോദിക്കുന്നത്? വിപിൻ സാറാണ് ചോദിക്കുന്നത്. സാർ ചോദിക്കൂ. അച്ഛാ, എൻ്റെ ചോദ്യം ഇതാണ്. പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടങ്ങൾ ഇവയെല്ലാം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുമായി എങ്ങനെ ചേർന്ന് പോകുന്നു? അത് പ്രസക്തമായൊരു ചോദ്യമാണ്. ദൈവമാണ് എല്ലാം ക്രമീകരിച്ചത് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ
ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാത്ത വിധത്തിൽ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ, കൊടുങ്കാറ്റുകൾ, സുനാമി, അതുപോലെ വാഹനാപകടങ്ങൾ, ഇതൊക്കെ സംഭവിക്കും നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സർവശക്തിയിൽ ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് അതിന് രണ്ട് രീതിയിൽ നമുക്ക് ദൈവശാസ്ത്ര ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട്. മതബോധന ഗ്രന്ഥവും അപ്രകാരമാണ് പറയും. ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ ദൈവം അതിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അതിന് പൂർണ്ണതയെ ലക്ഷ്യം നൽകിക്കൊണ്ടാണ് ദൈവം സൃഷ്ടി നടത്തിയത്. ദൈവത്തിൻ്റെ സൃഷ്ടി അതിൽ തന്നെ പൂർണ്ണതയെ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതായത് അതും ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്. മനുഷ്യനെ പൂർണ്ണത പ്രാപിക്കാൻ തക്ക വിധത്തിൽ, അല്ലെ ഈ പ്രപഞ്ചത്തെ പൂർണ്ണത പ്രാപിക്കാൻ തക്ക വിധത്തിൽ അതിനുള്ള കൃപ നൽകി ദൈവം സൃഷ്ടിച്ചു. ആ പൂർണ്ണതയിലേക്ക് അനുനിമിഷം വളരുക എന്നുള്ള ഉത്തരവാദിത്വം ദൈവം ആരെ ഭരമേൽപ്പിച്ചു? മനുഷ്യനെ ഭരമേൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ മനുഷ്യൻ വീഴ്ച വരുത്തുമ്പോഴാണ് പ്രകൃതി വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുക. നമ്മൾ കാടെല്ലാം വെട്ടിത്തെളിച്ചപ്പോൾ വരൾച്ച ഉണ്ടാകും, ഇല്ലേ? നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാകുന്നു. അത് അന്തരീക്ഷ താപനം വർദ്ധിപ്പിക്കുന്നു. ആഗോളതാപനം എത്രയോ ഡിഗ്രി ഇതിനോടകം വർദ്ധിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വിവിധ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്നു. ചില ഭാഗത്ത് വലിയ മഴ, മറ്റ് ഭാഗത്ത് കഠിന വരൾച്ച, സുനാമികൾ, ഭൂകമ്പങ്ങൾ, ഇവയെല്ലാം മനുഷ്യൻ്റെ തെറ്റായ പ്രവൃത്തികളുടെ ഫലമായി സംഭവിക്കുന്നത്. അതായത് പ്രപഞ്ചത്തെ പൂർണ്ണതയിലേക്ക് വളർത്താനുള്ള നിയോഗം ഏറ്റുവാങ്ങിയ മനുഷ്യൻ ആ നിയോഗം നിറവേറ്റാതെ വരുമ്പോൾ പ്രപഞ്ചത്തിന് അപൂർണമായി തന്നെ അവശേഷിക്കേണ്ടി വരുന്നു. അതിൻ്റെ അനന്തരഫലമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ശാസ്ത്രമൊക്കെ പറയുന്നത് വലിയൊരു സത്യമാണ്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ഓരോ അതിക്രമങ്ങൾക്കും മനുഷ്യന് തിരിച്ചടി ലഭിക്കും പ്രകൃതിയിൽ നിന്ന് തന്നെ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ അടിസ്ഥാനമുള്ള ആഴമുള്ളൊരു ചിന്തയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയും. നമ്മൾ ദൈവം എല്ലാവർക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രകൃതിയെ ഉപയോഗിക്കാനാണെങ്കിലും പ്രകൃതിയിലെ വസ്തുക്കൾ ഉപയോഗിക്കാനാണെങ്കിലും എല്ലാത്തിനും പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നു. ഈ ഉപയോഗത്തിലൂടെയാണ് ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുകയും നാശമുണ്ടാകുകയും ചെയ്യുന്നു ദൈവത്തിന് മനസ്സിലാകുന്നുവെങ്കിൽ, ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് അവൻ മോശമായ വഴിയിലേക്ക് പോകും, അല്ലെങ്കിൽ അവനത് ഉപയോഗിക്കുന്നുണ്ട്, ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, അവൻ അപകടമുണ്ടാകുമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഒരു വിലക്ക് കൽപ്പിക്കും. സ്വാതന്ത്ര്യം കൊടുത്താൽ മോനെ അത് പാടില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് ഇതൊരു നാശത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നെത്തുന്നത്, അല്ലെങ്കിൽ പ്രകൃതിക്കോ വ്യക്തിക്കോ ഒരു നാശമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കപ്പെടുന്നത് എങ്കിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്നേഹസമ്പന്നനായ ദൈവത്തിനത് നിർത്തിക്കൂടെ? സാറിൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യം തന്നെയാണ്. അതായത് ദൈവം എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ തടയുന്നില്ല? അതാണ് സാറിൻ്റെ ചോദ്യം. ദൈവം, സാർ ആദ്യം ചോദിച്ച ആ വാചകത്തിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരവുള്ളത്. എന്താണ്? ഇത് ഇവന് നാശകാരണമാകുമെന്ന് അറിയാമായിരുന്നിട്ട് ദൈവം എന്തുകൊണ്ട് തടയുന്നില്ല? ദൈവത്തിൻ്റെ അറിവെന്താണ്? ദൈവം ഈ സ്വാതന്ത്ര്യം നൽകിയത് ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ നന്മയിലേക്ക് പൂർണ്ണതയിലേക്ക് വളരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ദൈവം എനിക്ക് വലത് കൈ തന്നതുകൊണ്ടാണ് ഞാൻ ഒരാളെ കുത്തിക്കൊന്നത് എന്ന് ഞാൻ പരാതിപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? ഈ വലത് കൈ ദൈവം എനിക്ക് തന്നത് ഒരാളെ കുത്തിക്കൊല്ലാനോ ഒരാളെ അടിക്കാനോ അല്ല, മറിച്ച് ഇതൊരു നന്മയായിട്ട് ദൈവം എന്നിൽ തന്നതാണ് എൻ്റെ ഈ കൈകൾ. പക്ഷേ ഈ കൈകൾ കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുമ്പോൾ കൈ തന്ന ദൈവത്തിനാണോ ഉത്തരവാദിത്വം, അതോ ഈ കൈയെ തെറ്റായി ഉപയോഗിച്ച എനിക്കാണോ ഉത്തരവാദിത്വം? അതിന് പകരമായി സാറിൻ്റെ നിർദ്ദേശം എന്താ? പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ രണ്ട് കൈയും ഇല്ലാത്തവനായി സൃഷ്ടിച്ചാൽ പോരായിരുന്നോ എന്നാണ് ചോദ്യം, അല്ലേ? അല്ലല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കൊച്ചിന് സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു. സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ട് അവനോട് പറയുന്നു, നീ റോഡിലേക്ക് ഇറങ്ങാൻ പ്രാക്ടീസ് ആകുമ്പോഴേ നീ റോഡിൽ ഇറക്കാവുള്ളൂ.
അല്ലാത്തുള്ള സ്ഥലങ്ങളിൽ ഓടിക്കുന്നതിന് അനുവദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോഡിലേക്ക് മോൻ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അവനെ നിയന്ത്രിച്ചുകൂടെ? നീ റോഡിൽ പോകാൻ പാടില്ല, നീ അത്രമാത്രം പ്രാക്ടീസ് ആയിട്ടില്ല, അങ്ങനെ ഒരു നിയന്ത്രണം നമുക്ക് വെച്ചുകൂടെ ഈ സ്വാതന്ത്ര്യത്തിൽ എന്നാണ്. ആ നിയന്ത്രണങ്ങളാണ് ദൈവം കൽപ്പനകളായി നിർദ്ദേശങ്ങളായി വിശുദ്ധ ബൈബിളിലൂടെ തന്നിരിക്കുന്നത്. ദൈവം ഇത് വെറുതെ മനുഷ്യനെ കയറൂരി വിട്ടതല്ല. അതിൻ്റെ കൂടെ ദൈവം എത്രയോ വചനങ്ങളും നിർദ്ദേശങ്ങളും പ്രവാചകന്മാരെ വിട്ടു, രാജാക്കന്മാരെ വിട്ടു, നേതാക്കന്മാരെ വിട്ടു. ഇതൊന്നും ശരിയാകാഞ്ഞിട്ട് തൻ്റെ പുത്രനെ തന്നെ വിട്ട് ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു. എന്നിട്ടും കേൾക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അച്ഛൻ അങ്ങനെയെങ്കിലേ ദൈവം സൃഷ്ടിച്ചപ്പോൾ ബലഹീനത കൂടി മനുഷ്യന് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബലഹീനതകൾ നൽകാതിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. അതായത് സൃഷ്ടിച്ചപ്പോൾ ബലഹീനത നൽകി എന്നല്ല, ഏതൊരു നന്മയ്ക്കും എന്താണ് തിന്മയായി മാറാനുള്ള സാധ്യത ശേഷിക്കുന്നു. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അനിവാര്യത എന്ന് പറയും, ഇല്ലേ? ഏതൊരു നന്മയ്ക്കും എന്താണ് തിന്മയായി മാറാനുള്ള സാധ്യത അവശേഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലത് കൈ, ഈ കൈ കൊണ്ട് എനിക്ക് നന്മ ചെയ്യാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാം, ഇല്ലേ? നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യൻ്റെ ലൈംഗികത ദൈവം അവന് കൊടുത്തൊരു ദാനമാണ്. മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു കഴിവ് കൊണ്ടാണ് ഇന്നാട്ടിലെ മനുഷ്യർ പലരും സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക, ഇല്ലേ? അതിന് പകരം ഈ നാട്ടിലെ മനുഷ്യരെല്ലാം ദൈവം ഷണ്ടന്മാരാക്കിയായിരുന്നെങ്കിൽ സ്ത്രീ പീഡനം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂ? ഇല്ല. ദൈവം നൽകിയത് ബലഹീനതകളല്ല, ദൈവം നൽകിയത് ബലമാണ്, ദൈവം നൽകിയത് കൃപയാണ്. പക്ഷേ അതിനെ ബലഹീനതയാക്കി മാറ്റുന്നതാരാണ്? നമ്മളിലെ സ്വാർത്ഥത, നമ്മിലെ അഹങ്കാരം, നമ്മിലെ തിന്മയോടുള്ള താല്പര്യങ്ങൾ. അതാണ് പലപ്പോഴും ഈ അഹങ്കാരവും സ്വാർത്ഥതയും എന്നൊക്കെ പറയുന്നത് എന്താണ്? അതും ഒരു നന്മയായിട്ട് ദൈവം നൽകിയതാണ്. തന്നോട് തന്നെ മതിപ്പും സ്നേഹവും തോന്നാനുള്ള കഴിവ്, അത് അതിൽ തന്നെ നന്മയാണ്. പക്ഷെ അത് മാത്രമായിട്ട് ഞാൻ അങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ നന്മയെയും ഞാൻ എന്താക്കി മാറ്റുന്നു? തിന്മയാക്കി മാറ്റുന്നു. എല്ലാ നന്മയ്ക്കും തിന്മയായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ സങ്കീർണമായ പ്രശ്നത്തിന് ഉത്തരം കിട്ടും. ഇത് വളരെ താത്വികമായൊരു വിഷയമായതുകൊണ്ടാണ് ഇതിന് ആ രീതിയിൽ ഉത്തരം പറയേണ്ടി വരുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി. താങ്ക് യു അച്ഛാ. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള, പ്രത്യേകിച്ച് വേദപാഠം പഠിപ്പിക്കുന്ന നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ച് പിള്ളേർ നിങ്ങളോട് ചോദിക്കും, ടീച്ചർ അങ്ങനെയായ പോരെ, എങ്ങനെയായ പോരെ എന്ന്. അതാണ് തീർച്ചയായും, അല്ലേ? ഒരു അപ്പൻ എന്നതിൽ സാറിൻ്റെ ബുദ്ധിമുട്ട് കൂടിയാണ് സാറ് ഈ രംഗത്ത് അവതരിപ്പിച്ചത്. തീർച്ചയായും നന്ദി. വളരെ മനോഹരമായ അച്ഛൻ അതിന് ഉത്തരം പറഞ്ഞു. ഇനി ആരാണ് ചോദിക്കുന്നത്? അനിത ടീച്ചറാണ് ചോദിക്കുന്നത്, കണിച്ചാർ ഇടവയിൽ നിന്നുള്ള. ചോദിക്കും ടീച്ചർ. അച്ഛൻ പറഞ്ഞു എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചു എന്ന്. പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ്? സൃഷ്ടിക്കപ്പെട്ടതെല്ലാം എവിടെ നിന്ന് വന്നു? ദൈവത്തിൽ നിന്ന്. ഒരു സംശയവും ഇല്ല. ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് എഴുതി വെച്ചു, ഇല്ലേ? അങ്ങനെയെങ്കിൽ പിശാച് ഒരു അസ്തിത്വമാണ് എങ്കിൽ, ഒരു സാന്നിധ്യമാണ് എങ്കിൽ അതെവിടെ നിന്ന് വന്നിട്ടുണ്ടാകും? ദൈവത്തിൽ നിന്ന് വന്നു. അതിനകത്തൊരു സംശയവും ഇല്ല. പക്ഷേ ദൈവം സൃഷ്ടിച്ചത് പിശാചായിട്ടല്ല. ദൈവം സൃഷ്ടിച്ചത് ആരായിട്ടാണ്? ബൈബിളിലെ കഥകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ചത് ആരായിട്ടാണ്? മാലാഖയായിട്ടാണ്. ഈ കഥ പറയുന്നത് ബൈബിളിൽ കൃത്യമായിട്ട് ആ കഥ അതേപടി പറയുന്നില്ല എങ്കിലും യേശയ്യായുടെ പ്രവചനത്തിലൊക്കെ ഈ കഥയുടെ സൂചനകളുണ്ട്. യൂദാസിൻ്റെ ലേഖനത്തിൽ ഇതിൻ്റെ സൂചനകളുണ്ട്. ദൈവം പ്രകാശവാഹകനായ മാലാഖയായി ഇവനെ സൃഷ്ടിച്ചു. ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രകാശത്തെ സംവഹിക്കുന്നവൻ. ആ മാലാഖ എന്ത് ചെയ്തു? ദൈവത്തോട് വെല്ലുവിളിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. അതായത് നന്മയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ വ്യക്തി. നിങ്ങളൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങളെ ആദ്യമായി കയ്യിലെടുക്കുമ്പോൾ, ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ മാലാഖയുടെ അതേ നിഷ്കളങ്കതയും അതേ ഓമനത്വവും ആ കൊച്ചിനുണ്ട്, ഇല്ലേ? ആ 10-20 വയസ്സായപ്പോഴത്തേക്കും അത് ചിലപ്പം
ഒരു കാട്ടാള സ്വഭാവം ആർജിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പിള്ളേരെ അല്ല ഉദ്ദേശിക്കുക, വളരെ വിദൂര ദേശങ്ങളിലെ വല്ല പിള്ളേരെ ഉദ്ദേശിച്ചെന്ന് കരുതിയാൽ മതി. ഇല്ലേ? ഇതെങ്ങനെയാണ് ആർജിച്ചത് എന്ന് ചോദിച്ചാൽ ദൈവം അവനെ സൃഷ്ടിച്ചത് കൊണ്ടാണല്ലോ എന്നാണോ എൻ്റെ അർത്ഥം? അല്ല. ദൈവം നന്മയായി സൃഷ്ടിച്ച, മാലാഖയായി സൃഷ്ടിച്ച ലൂസിഫർ തൻ്റെ അഹന്ത കൊണ്ട് സാത്താനായി രൂപപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഏത് നന്മ നിറഞ്ഞ മനുഷ്യനും ഇതുപോലെ തിന്മ നിറഞ്ഞവനാകാം എന്ന് പറഞ്ഞതുപോലെ മാലാഖ എന്ന അമർത്യ വ്യക്തിത്വം വഴിതെറ്റിയപ്പോൾ അത് അമർത്യതയുള്ള പിശാചായി മാറി എന്നുള്ളതാണ് സങ്കടകരമായ സത്യം. താങ്ക് യു അച്ഛ. അത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഉത്തരമായിരുന്നു അല്ലേ? ഇനി ആരാണ് ചോദിക്കുന്നത്? ജോസാറാണ് ചോദിക്കുന്നത്. ജോസാർ ചോദിക്കുക. കണിച്ചാറിടവയിലെ മത അധ്യാപകനാണ്. ചോദിക്കൂ സാർ. അച്ഛാ, എൻ്റെ ചോദ്യം ഇതാണ്. ശൂന്യതയിൽ നിന്ന് ദൈവം ഭൂമിയും ചരാചരങ്ങളും സൃഷ്ടിച്ചു. എങ്കിൽ ഈ സൃഷ്ടിക്ക് മുൻപ് ദൈവത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനോട് ചേർന്ന് മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു അച്ഛാ. ദൈവം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. പുത്രനും പരിശുദ്ധാത്മാവും അപ്പോൾ എവിടെയായിരുന്നു? നമ്മുടെ മേരി ടീച്ചർ കണിച്ചാറിടവയിലെ സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണ്. തീർച്ചയായും സാറിൻ്റെ ആ ചോദ്യത്തിനോട് ചേർന്നാണ് ചോദിക്കുന്നത്. പിതാവ് ഒറ്റയ്ക്കാണോ, അതുകൊണ്ട് കൂട്ടായ പ്രവൃത്തി അതിനകത്തില്ലേന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അച്ഛൻ പറയൂ. ജോസാറും മേരി ടീച്ചറും ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു അതിന് ഉത്തരം പറയാൻ ആരെ കൊണ്ടും പറ്റിയല്ലോ. ഉടയതമ്പുരാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനെന്താണ് ഉത്തരം പറയുക? അതേക്കുറിച്ച് നമ്മൾ ദൈവശാസ്ത്രം പറയുന്ന ഒരു വിഭജനം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ അറിയുന്നത് എങ്ങനെയാണ്? ദൈവം വെളിപ്പെടുത്തി തുടങ്ങിയപ്പോൾ മുതലേ ദൈവത്തെക്കുറിച്ച് മനുഷ്യന് അറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? ദൈവം തന്നെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ആരംഭിക്കുന്നത് എപ്പോഴാണ്? വെളിപാട് ആരംഭിക്കുന്ന എവിടെയാ? സൃഷ്ടിയിലാണ്, ഇല്ലേ? അപ്പോൾ സൃഷ്ടി നടത്തുന്നത് മുതലുള്ള ദൈവത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിവുള്ളൂ. അതിനപ്പുറത്തെ ദൈവത്തിൽ എന്തായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ത്രിത്വ വിജ്ഞാനീയത്തിൽ അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാരൊരു വിഭജനം നടത്തിയിട്ടുണ്ട്. ഇക്കണോമിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ രക്ഷാകര ത്രിത്വവും, അതുപോലെ ഇമ്മനൻ്റ് ട്രിനിറ്റി അന്തർയാമിയായ ത്രിത്വവും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയെന്നുള്ളതേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സത്യം, ഈ ഒരു പരിമിതി, ദൈവശാസ്ത്രത്തിൻ്റെ ഈ ഒരു പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്? വെളിപാട് ആരംഭിക്കുന്ന സൃഷ്ടി മുതലുള്ള ദൈവത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനാവുകയുള്ളൂ, നമുക്ക് വിശദീകരിക്കാനാവുകയുള്ളൂ. അതിനപ്പുറത്തുള്ള ദൈവം എന്ത് എന്ന് നമ്മൾ കാത്തിരിക്കുക. അവിടുത്തെ മുഖാമുഖം കാണുന്ന യുഗാന്ത്യത്തിൽ ആ സത്യം നമുക്ക് ഇതോട് ചേർത്ത് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. സൃഷ്ടിയുടെ പുസ്തകം ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി മനോഹരമായി പറയുന്നു. അതിൽ മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഗ്രന്ഥകാരൻ്റെ ഭാവനയാണ്. അത് ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അല്ല, ഇത് ഗ്രന്ഥകാരൻ്റെ ഭാവനയാണ് എന്ന് പറയുന്നു. എന്താണ് ശരിയായ ഉത്തരം? ഓക്കെ, ആ മേരി ടീച്ചറിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ശേഷം ഞാൻ സാറിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. പിതാവ് മാത്രമാണോ സൃഷ്ടിയിൽ പങ്കാളിയായത് എന്ന് ചോദിച്ചാൽ അല്ല. ബൈബിളിലെ സൃഷ്ടിവിവരണം പറയുന്നത് എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴങ്ങൾക്ക് മീതെ കർത്താവിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. റൂഹ് എലോഹിം എന്നാണ് അവിടെ പറയുക. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് തന്നെയാണ് അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുക. അപ്പോൾ ദൈവാത്മാവുണ്ട്, പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ദൈവം തൻ്റെ വചനത്താലാ സൃഷ്ടിക്കുക. ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകട്ടെ. ആ വചനം ആരാണ്? പുത്രനാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ മൂന്ന് പേരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ത്രിത്വൈക പ്രവൃത്തിയാണ് ഏത്? സൃഷ്ടികർമ്മം.
ഓക്കെ, സാറിൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഗ്രന്ഥകാരൻ്റെ ഭാവനയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒരിക്കലും സൃഷ്ടി വിവരണം ഭാവനയല്ല. ബൈബിളിൻ്റെ രചനയെക്കുറിച്ച് നാം മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ബൈബിൾ ദൈവനിവേശിതമാണ്, ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി മനുഷ്യ വ്യക്തികൾ എഴുതിയതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും. അതിൻ്റെ അർത്ഥം എന്താ? അതായത് സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ എപ്രകാരം മനസ്സിലാക്കണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിലാണ് സൃഷ്ടി വിവരണം നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ടി വിവരണം നാം ഏത് രീതിയിൽ മനസ്സിലാക്കണമെന്ന് ദൈവം തീരുമാനിച്ചോ ആ രീതിയിലാണ് വചനം നമുക്ക് ഇന്ന് സൃഷ്ടി വിവരണം നൽകിയിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കണം. തീർച്ചയായും ഈ വചനത്തിൻ്റെ മാനുഷിക രചയിതാവായ വ്യക്തിയെ, ആ കാലഘട്ടത്തിൻ്റെ ചിന്താഗതികൾ, ആ കാലഘട്ടത്തിലെ പ്രാപഞ്ചിക അറിവുകൾ, ആ കാലഘട്ടത്തിലെ പല കഥകൾ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, അതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവ് സൃഷ്ടിയെ നാം എങ്ങനെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. താങ്ക് യു അച്ഛാ. അച്ഛാ, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. വളരെ സജീവമായ ഒരു ചർച്ചയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത്. CCAT-ൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കും ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കാൻ തീർച്ചയായും അവസരമുണ്ടായിരിക്കും. വിലാസം: To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും CCAT-ൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.